കഴിയണം. ഞാൻ പറയുമ്പോൾ ഒരുമിച്ച് നമുക്ക് വായിക്കാം. നമുക്ക് ഈ സമൂഹത്തിലേക്ക് തിരിയാനായിട്ട് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകുന്നത് പത്രോസിന്റെ 1-ാം ലേഖനത്തിലേക്ക്, 1 Peter chapter 2 verses 11 and 12. നമ്മൾ നോക്കുക, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നമുക്ക് എടുക്കാം. ഇതൊരു പഠനമായതുകൊണ്ട് ശാന്തമായിട്ട് സമയം തീരുമ്പോൾ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. എടുത്തായിരുന്നു പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം, അതിന്റെ 11-12 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ട്രാഫിക് തെറ്റിക്കരുത്, ഉറക്കെ ചേർന്ന് വായിക്കണം. എല്ലാവരും വായിക്കണം. വേദവസ്തയുള്ള എല്ലാവരും എടുക്കണം. വേദവസ്ത ഇല്ലാത്തൊരു നാളെ വരുമ്പോൾ കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് വായിക്കാം. എന്നതാ വായിക്കുന്നത്? പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. അപ്പം ആ പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിക്കണം എന്നുള്ള പ്രബോധനത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് എടുക്കാം. 12-ാം വാക്യത്തിൽ വരുമ്പോ ഒരു പ്രത്യേകമായ കാര്യം പറയുന്നുണ്ട്. Keep the conduct among the Gentiles honorable. അവരുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ഒന്ന് പറഞ്ഞാട്ടെ, എങ്ങനെയുള്ളതായിരിക്കണം? നന്നായിരിക്കണം. ശരിയാ. അപ്പൊ ജാതികളുടെ ഇടയിൽ നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? നന്നായിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. സൂക്ഷ്മതയോടെയുള്ള, ജാഗ്രതയോടെയുള്ള, അതിന്റെ വിശദീകരണമായിട്ട് ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് 2 വാക്യത്തിലേക്ക് പോയി തന്നെത്താൻ വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ, നിർമ്മലതയിൽ വളരുന്ന ജീവിതത്തെയാണ് എന്തെന്ന് പറയുന്നത്? സൂക്ഷ്മതയുടെ ജീവിതം അല്ലെങ്കിൽ ജാഗ്രതയുടെ ജീവിതം. ആ ജീവിതം കുടുംബത്തിൽ അങ്ങോട്ട് ശരിയാക്കി കഴിയുമ്പോൾ 2-ാം തലത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നോട് ഞങ്ങളുടെ അയൽപ്പക്കാര് എന്റെ പപ്പ പോയ സമയത്ത്, നിത്യതയിൽ ചേർക്കപ്പെട്ട സമയത്ത് എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഞങ്ങൾ അവിടെ ചെന്ന് വാക്കുന്ന ആളുകളാണ്. അധിക നാളുകൾ എന്റെ പിതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. 1.5 വർഷത്തിൽ താഴെ എന്റെ പിതാവ് നെടുമ്പാശ്ശേരി ഭാഗത്ത് താമസിച്ചോളൂ. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനൊരു ഭക്തനായ മനുഷ്യനെ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പിതാവിന്റെ അടക്കത്തിന് നാട്ടുകാരാണ് ഒരുപാട് കാര്യങ്ങളിൽ സഹകരിച്ചത്. ഞാൻ പറയട്ടെ, നമ്മൾ വിചാരിക്കും നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന്. നമ്മുടെ വീട്ടിൽ പറയുന്ന, ഉറക്കം പറയുന്ന ചില വാക്കുകൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയം തെറ്റുന്ന കാര്യം പോലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ അയൽപക്കക്കാര് ശ്രദ്ധിക്കുന്നുണ്ട്. ഓർക്കേണ്ട വിഷയം എന്താ? ലളിതമായി പറഞ്ഞു തുടങ്ങട്ടെ, അവരുടെ ഇടയില് നമ്മുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഞാൻ സാധാരണ ഒരു കാര്യം മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് പറയാം. പണ്ടൊക്കെ രാവിലെ അല്ലെങ്കിൽ രാത്രികളിൽ ഈ 2 സമയത്തെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീടുകളിൽ പലയിടത്തും എന്തില്ല? കുടുംബ പ്രാർത്ഥനകളില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും പഴയതുപോലെ വേണ്ട ഒരു തീഷ്ണതയിലല്ല അത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓർത്തോണം, ഇതെല്ലാം ജാതികളുടെ ഇടയിൽ അവര് നമ്മളെ ശ്രദ്ധിക്കുമ്പോ നമ്മുടെ നടപ്പ് നന്നാകുന്നില്ല എന്നതിന്റെ തെളിവായിട്ട് അവര് പ്രത്യക്ഷത്തിൽ കാണുന്ന ചില വിഷയങ്ങളാണ്. പക്ഷെ ഇന്ന് രാത്രിയില് സ്വർഗത്തിലെ തമ്പുരാന് വളരെ ലളിതമായ ഭാഗത്തിലൂടെ നമ്മോട് സംസാരിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ, രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ആ വാക്ക് നോക്കിക്കേ, നന്നായിരിക്കണം. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓണറബിൾ ആയിരിക്കണം, ബഹുമാനിക്കത്തക്കതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ രാത്രിയില് സൂക്ഷ്മതയോടെ നാം ജീവിക്കുന്നെങ്കിൽ ഇത് നമുക്ക് ബാധകമായിട്ട് വരും. ഒന്ന് ചിന്തിക്കുക, നമ്മെ കാണുമ്പോൾ നമ്മുടെ അയൽക്കാരുടെ പ്രതികരണം എന്താ? നമ്മൾ പറയുന്ന സുവിശേഷം അവർ കേൾക്കണമെങ്കിൽ അവരുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കുവാൻ, ചില ഭൗതിക വിഷയങ്ങളിൽ അല്പം നഷ്ടമൊക്കെ വന്നാലും അവർക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കുന്നവരായി തീരുവാൻ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ മറക്കാതെ അവരെ കരുതുന്നവരായി തീരുവാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാം പറയുന്ന സുവിശേഷത്തിന് അവരെന്ത് ചെയ്യത്തുള്ളൂ? അടിവരയിടത്തുള്ളൂ.
ഇത് മറക്കരുത്. അപ്പൊ അവരുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം. ഈ പത്രോസിന്റെ 1-ാം ലേഖനത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ 21-ാമത്തെ വയസ്സിലെ നോട്ടാ. അതില് ഈ പത്രോസിന്റെ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ വാക്ക്, കീ വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സഫറിംഗ് ആണ്. അത് കഷ്ടതയാണ്. ആ വാക്ക് ഞാൻ പറയാൻ കാര്യമുണ്ട്. ഈ കഷ്ടതയോട് പോയിട്ടുള്ള, കഷ്ടതയിൽ കൂടെ കടന്നുപോയ ദൈവജനമാണ് പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ സ്വീകർത്താക്കൾ, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർ. അവരോടാ പറയുന്നത്. നമ്മളെ പോലെ സുഖമായി ജീവിച്ചവരോ, നമ്മളെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരോ, നമ്മളെ പോലെ ഇതുപോലുള്ള സംവിധാനങ്ങൾ വന്നിരുന്ന ദൈവത്തെ ശാന്തമായി ആരാധിക്കുന്ന അങ്ങനെ ഒരു ചുറ്റുപാടിലാണെങ്കിൽ ഇതൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് അങ്ങനെയുള്ളവരല്ലായിരുന്നു. ഞാൻ അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആവർത്തിച്ചു വരാം. ഇത്രയും പ്രയാസങ്ങളിലൂടെ പോയവരോട് നടപ്പ് നന്നായിരിക്കണമെന്ന് പറയുമ്പോ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് എത്രയധികം അത് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന വിശുദ്ധന്മാരോട്, ഈ കഷ്ടതയിൽ കൂടി കടന്നുപോയവര്, കല്ലേറ് അടിപിടി കൊണ്ട് മരിച്ചവര്, ജീവനോടെ തിരുനാളങ്ങളായി എരിഞ്ഞു കത്തിയവര്, ഞാൻ പറയട്ടെ, അനേകം ഈർച്ചവാളുകളാൽ അറുക്കപ്പെട്ടവര്, തങ്ങൾക്കുള്ളതെല്ലാം ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോഴും അവർ ജീവിതത്തിൽ യേശുവിനെ ഉയർത്തി കാണിച്ച ധീരരക്തസാക്ഷികളായി തീർന്നു. 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ പത്രോസിന്റെ ലേഖനം കൊടുത്ത ആളുകൾ, അല്ലെങ്കിൽ അത് ആർക്കെഴുതിയോ അത് സ്വീകരിച്ചവരുടെ പ്രത്യേകത, ഒന്ന്, അവർ നാനാ പരീക്ഷകളാൽ എന്ത് ചെയ്യുന്നവരായിരുന്നു, ദുഃഖിക്കുന്നവർ. ആ നാനാ പരീക്ഷകൾ എന്നുള്ളത് manifold അല്ലെങ്കിൽ many colored എന്നൊരു അർത്ഥമുണ്ട്. വിവിധ നിറങ്ങളിലുള്ള എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വൈവിധ്യങ്ങളിലുള്ള അനേക കഷ്ടപ്പാടുകൾ. അപ്പൊ അവരാരാ? നാനാ പരീക്ഷകളാൽ എന്ത് ചെയ്യുന്നവരാ? ദുഃഖിച്ചിരിക്കുന്നവരാ. എഴുതുന്നവർക്ക് വേണ്ടിയാ ഞാനത് പറയുന്നത്, പഠിക്കുന്നവർക്ക് വേണ്ടിയാ. 1-6 അവർ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുന്നവരാ. ഇനി നിങ്ങൾ 1-7 വരിക. അവിടെ നമ്മൾ എന്താ കാണുന്നത്? വിശ്വാസത്തിന്റെ പരിശോധന അത് പൊന്നിനേക്കാൾ വിലയേറിയതാണ് എന്നറിഞ്ഞ് കഠിനമായ വിശ്വാസത്തിന്റെ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നവരാ. എന്ന് പറഞ്ഞാൽ ഞാനതിനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയട്ടെ, അവരെ ജീവനോടെ കത്തിക്കാൻ തുടങ്ങുക. ആ കത്തിക്കാൻ തുടങ്ങുമ്പോ അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുമ്പോൾ, അവരുടെ സ്ത്രീകളെ അവരുടെ കൺമുൻപിൽ അപമാനിക്കുമ്പോ, അവരിൽ പലരെയും ഈർച്ചവാളുകളാൽ കൺമുൻപിൽ കൊന്നുകളയുമ്പോ, യേശുവിനെ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ പതറുവാൻ കഴിയാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഞങ്ങൾക്ക് കർത്താവിനെ മതി എന്ന് പറയുന്ന കഠിന ശോധനയിലൂടെ പോകുന്നവർ. അതിന്റെ ആഴമൊക്കെ വലുതാ അല്ലെ? നമ്മൾ സുവിശേഷം പറയാൻ ഏതെങ്കിലും വീട്ടിൽ കയറിയ കണ്ണുരുട്ടി കാണിച്ചാൽ തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. ഞാനതിനെ പറ്റി ഒന്നും പറയുന്നില്ല, അതൊക്കെ അവരവർക്ക് ചിന്തിക്കാനുള്ള വിഷയങ്ങളാണ്. ഞാൻ പറയട്ടെ, ഈ കർത്താവിന് വേണ്ടി ഇത്രയും സൗകര്യം കിട്ടിയിട്ടും ഒരു ട്രാക്ട് പോലും കൊടുക്കാത്ത വിശ്വാസികൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് നേരിട്ട് അറിയത്തില്ല, പക്ഷെ ഉണ്ട്, അതെനിക്കറിയാം. ഞാൻ പറയട്ടെ, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ക്രിസ്തു വേണോ, ജീവൻ വേണോ, കുഞ്ഞുങ്ങളെ വേണോ, ക്രിസ്തുവിനെ വേണോ, ഇത് ചോദിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ക്രിസ്തുവിന് വേണ്ടി അനേക കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയവരോടാണ് പറയുന്നത്, നിങ്ങളുടെ നടപ്പ് അവരുടെ എന്തായിരിക്കണം, നന്നായിരിക്കണം. ഇനി നിങ്ങൾ നോക്കുക, 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ ജാതികൾ എന്ത് ചെയ്യുകയാണ്? ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുകയാണ്. നമ്മളതിലേക്ക് പിന്നെ വരും. ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുക, ചെയ്യുന്ന നല്ല കാര്യ, സൽപ്രവർത്തികൾ ചെയ്യുക. ഈ ദുഷിക്കുന്നവർക്ക് വേണ്ടി പിന്നെയും അനേക നല്ല കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ചെയ്യുന്നോറും ഈ നന്ദി കിട്ടവർ എന്നതാ പറയുന്നത്, അവർ പിന്നെയും പറയും, നിങ്ങൾ ആരാ? ദുഷ്പ്രവർത്തിക്കാർ. എത്ര നേരം കേട്ടോണ്ടിരിക്കും? നമ്മളൊക്കെ ആണെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അത് അവരവര് ചിന്തിക്കണം. പക്ഷെ അവരോട് പറയുക, ഇവരുടെ ഇടയിൽ നിങ്ങളെ ദുഷിക്കും തോറും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമൂഹത്തിൽ നിങ്ങൾ നന്നായിട്ട് നടന്നോണം. ഇത് നിങ്ങൾ നോക്കുക, 2:18 അല്പം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം. ആ വാക്ക് തന്നെ നമുക്ക് ശ്വാസം മുടിക്കുന്ന ഒരു വാക്കാണ്. ഈ 2:18 അവരിൽ ചിലർ അടിമകളായി പണിയെടുക്കുമ്പോ എന്നാ പറയുന്നത്? വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ
യജമാനന്മാർക്ക്, അടുത്തത് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, പിന്നെ ആർക്കും? മൂർഖന്മാർക്കും എന്ത് ചെയ്യുക? മൂർഖൻ എന്ന് പറഞ്ഞാൽ അതൊരു പാമ്പാ. അതിന് എത്ര പാല് കൊടുത്താലും അതെന്നാ ചെയ്യും? മിണ്ടുന്നില്ല, ഒന്ന് സഹകരിക്കുന്നേ എന്നതായിരുന്നു. ഞാനിങ്ങനെ പറയട്ടെ, ഈ പറയുന്ന മൂർഖന്റെ സ്വഭാവം എന്താ? എത്ര പാല് കൊടുത്താലും അതെന്നാ ചെയ്യും? കടിക്കും, കൊത്തും. ഇങ്ങനെയുള്ളവരുടെ കീഴിലും അവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുക? എത്ര പണിയെടുത്താലും, രാവന്തിയോളം പണിയെടുത്താലും, അടിമത്തം നിലനിന്ന കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താലും, ഈ യജമാനന് വേണ്ടി പ്രാണൻ കൊടുത്താലും, ഇവന്റെ സ്വഭാവം എങ്ങനെയുള്ളതാ? മൂർഖന്റെ സ്വഭാവം. അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമൂഹത്തിൽ എന്ത് ചെയ്യണം? നടപ്പ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ അനുവദിച്ചിട്ടുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, തളരരുത്. കാര്യം എന്നാ? അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായി കാണിക്കണമെന്ന് തമ്പുരാന് നമ്മളെ കുറിച്ച് ആഗ്രഹമുള്ളത് കൊണ്ട് ദൈവം അറിയാതെയല്ല പ്രയാസങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത്. ശുശ്രൂഷ രംഗങ്ങളിൽ നാം ധൈര്യപ്പെടേണ്ടുന്ന വിഷയം ഇതാ. നമുക്ക് നന്മ എന്ന് പറയുന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. നമുക്കുള്ള പ്രതിഫലം വാസ്തവത്തിൽ ഈ ഭൂമിയിൽ കിട്ടുന്നെങ്കിൽ ബോണസ് മാത്രമാണ്. ശരിക്കും നമുക്കുള്ള പ്രതിഫലം എവിടെയാ? നിത്യനാട്ടില. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ വേഗത്തിൽ 2 പദങ്ങൾ കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ മുമ്പിലോട്ട് പോയിക്കോളാം. 2:19 വാക്യത്തിലേക്ക് വരുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായവും കഷ്ടവും സങ്കടവും ദുഃഖവും ഒക്കെ സഹിക്കുക. കാര്യം എന്നാ? ആരെ കുറിച്ചുള്ള മനോബോധമാണ്? ദൈവത്തെ കുറിച്ച്. ദൈവത്തെ കുറിച്ച് എല്ലാരും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സമൂഹത്തിൽ എല്ലാരും നമ്മളോട് പറഞ്ഞു എന്ന് വരാം, ഒരുപക്ഷെ നമ്മളെ അറിയാവുന്ന വിശ്വാസികളും പറഞ്ഞു എന്ന് വരാം, അങ്ങ് ചെയ്തു കൊടുക്കുന്നേ. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് എതിരാണെന്നും അത് ദൈവത്തിന് പ്രസാദമല്ല എന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കർത്താവിനെ ഓർത്ത് നാം ചെയ്യാതിരിക്കുമ്പോ വരുന്ന അന്യായങ്ങള്, സങ്കടങ്ങള്, ദുഃഖങ്ങള്, കഷ്ടങ്ങള്, പ്രയാസങ്ങള്, അങ്ങനെ സഹിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ ഇത് സഹിച്ചോണ്ട് എന്ത് ചെയ്തോണം? ക്രൂരതയാണെന്ന് തോന്നും, പക്ഷെ ദൈവം ആ കൃപ തരുന്നത്. നമ്മുടെ മുൻപിൽ ഒരുവനുണ്ട്. ആരാ? നമ്മുടെ കർത്താവ്. തിന്മയ്ക്ക് പകരം ശകാരിക്കുന്നവർക്ക് പകരം ശകാരിക്കാതെ, ഭീഷണം പറയുന്നവരോട് തിരികെ പറയാതെ, സർവത്തിന്റെയും ഉടയവനായ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മൗനമായി ശാന്തമായി നിന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി സമൂഹത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളോട് പറയുന്നത്, നീ സഹിക്കുവാനും തിരിച്ചു പറയാതിരിക്കാനുമുള്ള ദൈവ കൃപയ്ക്ക് വിധേയപ്പെടുന്നെങ്കിൽ മാത്രമേ നിന്നെ എനിക്ക് സമൂഹത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിന്റെ അപ്പുറം ആ സഭയിലേക്ക് വരും. അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരായിരുന്നു. അവരോട് പറയുക. ഒരു വാക്യം കൂടെ നോക്കിക്കേ, 2:20 വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊണ്ടാൽ സഹിച്ചാൽ എന്ത് യശസ്സു, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു. അതിനായിട്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പൊ നന്മ ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? കഷ്ടം സഹിക്കുക. അപ്പൊ ഇവരോടാണ് ഞാനത് വിവരിക്കുന്നില്ല. ഇത്രയും കാര്യം വീട്ടിൽ ചെന്ന് കിടക്കുന്നതിന് മുമ്പ് നോക്കിയാൽ അറിയാം, എന്നാൽ അത് നോക്കിയാൽ നമ്മൾ എത്ര കുറവുള്ളവരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കഠിനമായ പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രദറെ, എന്റെ സഭയിൽ നിന്ന് എല്ലാവരും പലരും ഗർഭാവസ്ഥയിലൂടെ തിരിച്ച് അവരുടെ പഴയ മതത്തിലേക്ക് പോയി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സഹോദര, എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പച്ച മടൽ വെട്ടി അവരെ അടിക്കുന്ന അടി, സ്ത്രീകളെ അടിക്കുന്ന അടി കണ്ടാൽ ആരും തകർന്നു പോകും. മനസ്സോടെയല്ല, അവർ യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞല്ല പോകുന്നത്, പക്ഷെ കണ്ടു നിൽപ്പാൻ പ്രയാസമുള്ള. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭാതലങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ നാം എത്ര പ്രതികാര മനോഭാവത്തോടെ പെരുമാറുമ്പോ നമ്മളെ കർത്താവ് ഉപയോഗിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യവും ഈ പുസ്തകത്തിൽ നാം കാണുന്നില്ല. വിശ്വാസിയാണ് എന്നതിന്റെ തെളിവാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നേരോടെ നിൽക്കുക. അപ്പൊ കഷ്ടങ്ങൾ വരും, സങ്കടങ്ങൾ വരും, ജീവിതത്തിൽ നഷ്ടങ്ങൾ വരും, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വരും, തെറ്റിദ്ധാരണകൾ വരും, ചോദ്യം ചെയ്യലുകൾ വരും.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലോകം മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ നന്നായി ജീവിക്കാനായിട്ട് കഴിയും. ഇന്ന് രാത്രി ഇത് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തീരണം. ഓർമ്മപ്പെടുത്തിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയട്ടെ, ഇത്രയും കഷ്ടം, ഇത്രയല്ല, ഇനി അങ്ങോട്ട് നോക്കി ഒത്തിരി ഉണ്ട്. ആ ലേഖനം അങ്ങോട്ട് പഠിച്ചു നോക്കിയാൽ ഇതൊരു സാമ്പിള് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഉദാഹരണം പറഞ്ഞുള്ളൂ. ഇത്രയും കഷ്ടം സഹിച്ചുകൊണ്ട് അവർ ജാതികളുടെ എങ്ങനെ നടന്നു? ആ പദം ഒന്ന് പറഞ്ഞു, എങ്ങനെ നടന്നു? ഒന്ന് പറയുന്നേ, എങ്ങനെ നടന്നു? നന്നായി നടന്നു. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ബഹുമാനിക്കത്തക്കതായിട്ട്, ശത്രുക്കൾ പോലും ആദരിക്കുന്നതായിട്ട്. അങ്ങനെ ഒരു ജീവിതത്തിലാണ് ദൈവം നമ്മളെ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നത്. നമ്മളെ പ്രയാസപ്പെടുത്തുന്നവർ നമ്മളെ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുന്ന സ്ഥിതിയിലേക്ക്, നമ്മൾ പറയുന്ന സുവിശേഷത്തെ എതിർക്കുന്നവർ ഒരു പക്ഷേ അവർ നമ്മളോട് പലതിന്റെ പേരിൽ പിണങ്ങിയാലും ഒരാവശ്യം അവർക്ക് വരുമ്പോ, ഒരു പ്രാർത്ഥനാ വിഷയം വരുമ്പോ നമ്മുടെ അടുക്കലേക്ക് അവർ വരണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ നടപ്പ് സമൂഹത്തില് ഏറ്റവും നന്നായിരിക്കണം. അതെ, മുൻപിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ഭാഗത്തിൽ നിന്ന് സമൂഹത്തില് നമ്മുടെ നടപ്പഥവാ പെരുമാറ്റം നന്നായിരിക്കാൻ നാം കരുതേണ്ടുന്ന ഒന്നാമത്തെ വിഷയം എന്താണ്? We must remember that we are beloved to God and to our അല്ലെങ്കിൽ fellow believers. നമ്മുടെ ദൈവത്തിനും കൂട്ടുവിശ്വാസികൾക്കും നാം പ്രിയപ്പെട്ടവരാണ് എന്ന ബോധ്യം വന്നാൽ നമുക്ക് ഈ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അങ്ങനെ എന്താ പറഞ്ഞേ? 1 പത്രോസ് 2:11 തുടങ്ങുന്നത് എങ്ങനെയാ? ഇതൊരു പഠനമാണല്ലോ സഹോദരന്മാരെ, നിങ്ങളെങ്കിലും ഒന്ന് സഹായിക്കും. 2:11 എങ്ങനെയാ തുടങ്ങുന്നത്? അഥവാ പ്രിയമുള്ളവരെ. അത് ആരോട് ബന്ധപ്പെട്ടിട്ട്? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പത്രോസ് ഈ വിശ്വാസികളെ നോക്കി വിളിക്കുന്ന വിളി എന്താ? നിങ്ങൾ ആരാ? പറഞ്ഞ അശോകനെ ഒന്ന് സഹായിക്കുക. നിങ്ങൾ ആരാ? നിങ്ങൾ എനിക്ക് പ്രിയമുള്ളവരാ. അത് തന്നെയുമല്ല, മറ്റ് വിശ്വാസികൾക്കും നിങ്ങൾ ആരാച്ചാ? പ്രിയമുള്ളവരാ. അപ്പം ഓർക്കണം, നമ്മൾ ഒന്നാമത് ആർക്ക് പ്രിയപ്പെട്ടവരാ? നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവരാ. അതിനു മുൻപേ ഓർക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. റോമാലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ ഒരു പ്രയോഗമുണ്ട്. എടുക്കണ്ട, പക്ഷെ നോട്ട് ചെയ്യുന്നവരെ നോട്ട് ചെയ്തോളൂ. റോമർ 1:3 വരുമ്പോൾ അവിടെ ദൈവത്തിന്, അങ്ങനല്ലേ മോനെ, ദൈവത്തിന് പ്രിയപ്പെട്ടവരാ, ദൈവത്തിന് പ്രിയപ്പെട്ടവരാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയില് ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ പ്രിയപ്പെട്ടവരെ ദുഃഖിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഉണ്ടോ? നമ്മുടെ വീട്ടിലുള്ളവര് തെറ്റ് ചെയ്താൽ പോലെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറയ്ക്കും. അത് പാടില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് പ്രസാദമില്ല. എന്റെ വീട്ടിലുള്ളവർ തെറ്റ് ചെയ്താലും സഭയിലെ മറ്റൊരാൾ തെറ്റ് ചെയ്താലും 2 അളവുകോലൊന്നുമില്ല. എല്ലാവർക്കും ഒരൊറ്റ അളവുകോലേ ഉള്ളൂ. ഇത് മറക്കരുത്. ഇത് തെറ്റുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മേറെ കരുതും. അവർക്ക് ദുഃഖം വരുന്നത് വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കും. അവരുടെ കണ്ണ് നനയാതിരിക്കാൻ നാം ശ്രദ്ധിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും കുറവ് നമുക്ക് അവരോടുള്ള ബന്ധത്തിൽ വന്നാൽ അത് തിരുത്തുവാൻ നമ്മൾ അശ്രാന്ത പരിശ്രമം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയില് സമൂഹത്തിൽ നേരോടെ ജീവിക്കണമെങ്കിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. എന്താ? ഞാൻ എന്റെ ദൈവത്തിനാരാ? പ്രിയമുള്ളവരാ. ദൈവത്തിന് മാത്രമല്ല, പിന്നെ സഹവിശ്വാസികൾക്കും ഞാൻ ആരാ? പ്രിയപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ ദൈവജനത്തിനോ എന്റെ ദൈവത്തിനോ അപമാനം വരുന്ന ഒരു കാര്യവും, വിഷമം വരുന്ന ഒരു കാര്യവും ഞാൻ സമൂഹ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ നോക്കി, നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം അങ്ങ് പറയാം. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കുടുംബിനി, മൂശേട്ടയുടെ കാര്യമല്ല, നല്ലൊരു ഭാര്യ, നമ്മുടെ അമ്മമാരൊക്കെ ഈ അമ്മയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സഹോദരിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ കറിയാന്നിരിക്കട്ടെ, പക്ഷെ ഭർത്താവിന് ഇഷ്ടം എന്നതാ മീൻ കറി. ആട്ടെ, ഈ അമ്മമാര് അല്ലെങ്കിൽ ഈ സഹോദരിമാര് പിന്നെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് എന്തായിരിക്കും? അനുഭവമുള്ളവർ പറ, ഉണ്ടോ നോക്കട്ടെ, എന്നതായിരിക്കും? മീൻകറിയാ. പരാതി ഉണ്ടോ? ഇല്ല. പരിഭവം ഉണ്ടോ?
ഇല്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആ ഇഷ്ടത്തെ കവിയുന്ന ഇഷ്ടം തന്റെ കുടുംബത്തോടുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. സമൂഹത്തില് നമ്മെ ആരെങ്കിലും ഒക്കെ ദ്രോഹിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മളെ പരസ്യമായി കളിയാക്കും. ഞാൻ നെടുമ്പാശ്ശേരിയിൽ ഒത്തിരി കളിയാക്കപ്പെട്ടിട്ടുണ്ട്. വട്ടത്തിൽ നിർത്തി എന്നെ കളിയാക്കിയിട്ടുണ്ട്. വലിയ പട്ടി അഴിച്ചു വിട്ടിട്ട് സുവിശേഷം പറയാൻ കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം എന്റെ മനസ്സിലേക്ക് വന്ന ചിത്രം ഇതാ. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ മനുഷ്യരാണല്ലോ. പക്ഷെ എന്നെ ധൈര്യപ്പെടുത്തിയ വിഷയം, ഈ വിഷയം പഠിച്ചതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ ഞാൻ ഓർക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത്, എനിക്ക് പ്രയാസം വന്നാലും സമൂഹത്തിൽ എന്റെ നടപ്പ് നന്നാകുവാൻ എന്റെ കർത്താവിന് ദോഷമായത്, എന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് ദോഷമായത്, എനിക്ക് ദോഷം വന്നാലും ഞാൻ ചെയ്യാനായിട്ട് പാടില്ല. ഈ ഹോളിന്റെ പുറത്തേക്ക് പോകുക. അനേക സ്ഥലങ്ങളിൽ സുവിശേഷം പറയാൻ പറ്റാത്തതിന്റെ കാരണം നേരല്ലാത്ത വിശ്വാസികളാണ്. പല സഭകളിലും കേൾക്കേണ്ട പാട്ടിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഉയരുന്ന വാഗ്വാദങ്ങളാണ്. നമ്മളിൽ ആര് വലിയവൻ എന്ന ചിന്ത കൊണ്ട് നാം കാണിക്കുന്ന മത്സര സ്വഭാവമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനേക നാളുകൾ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ നമ്മുടെ പിടിവാശി കാരണമായിട്ട് നാം ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വർഗം യാതൊരു പ്രസാദവും അത് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? പലയിടത്തും സുവിശേഷത്തെ പരാജയപ്പെടുന്ന വിശ്വാസികളാണ്. നേരല്ലാത്ത വിശ്വാസി, കടം വാങ്ങിച്ച തിരിച്ചു കൊടുക്കാത്ത വിശ്വാസി, ചീത്ത പറയുന്ന വിശ്വാസി, പ്രതികരിക്കുന്ന വിശ്വാസി, നേരോടെ ജീവിക്കാത്ത വിശ്വാസി, അവനാണ് ആ സ്ഥലത്തെ സുവിശേഷത്തിന് തടസ്സം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് പ്രിയമുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ, എന്റെ കുഞ്ഞിന് ദോഷം വരുന്നത് ഞാൻ ചെയ്യാത്തതുപോലെ, എന്റെ മാതാപിതാക്കന്മാരുടെ കണ്ണ് നനയുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നത് പോലെ, അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കണ്ണ് നനയ്ക്കുന്ന, എന്റെ കൂട്ടു സഹോദരങ്ങളുടെ കണ്ണ് നനയ്ക്കുന്ന യാതൊരു പ്രവൃത്തിയും ദൈവം അനുവദിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിലേക്ക് ഞാനൊന്ന് പറയാം. മാന്യമായി ജീവിച്ചൊരാൾ, അതെല്ലാം വിശദീകരിക്കുകയില്ല. 23-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, ജനസിസ് ചാപ്റ്റർ 23. നിങ്ങൾ ആ അധ്യായം പിന്നീട് വായിക്കണം. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം. സാറ കിരിയത്ത് അർബ എന്ന ഹെബ്രോനിൽ വെച്ച് മരിച്ചു. അടക്കാൻ സ്ഥലമില്ല. ശരിയാ? അടക്കാൻ സ്ഥലം. ഹിത്യരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ ഹിത്യരുടെ അടുക്കൽ ചെല്ലുമ്പോൾ 4-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് പിന്നീട് വരും ചിലപ്പോ, സമയമുണ്ടെങ്കിൽ. സമയം തീരുമ്പോൾ ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവരും, ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ശ്മശാന ഭൂമി അവകാശമായി തരുവി. ഭാര്യ അടക്കാൻ വന്നേക്ക, ഇപ്പൊ അടക്കാൻ സ്ഥലമില്ല. ബഹുസമ്പന്നന, ആൾബലമൊക്കെ ഉണ്ട്. നമ്മളാണെങ്കിൽ ചിലപ്പം ഇത്രയോ 318 വീട്ടിൽ ജനിച്ച അഭ്യാസികൾ, ഒരു രാജാവിനെയൊക്കെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവർ ചെറിയ ബലമൊന്നുമല്ല, വേണമെങ്കിൽ കയ്യേറാം. അടക്കാനുള്ള 6 അടി മണ്ണിന് വേണ്ടി ആരുടെ മുൻപിലും പോകാതിരിക്കാനുള്ള മാനുഷികമായ തന്റെ ഇടം അബ്രഹാം എന്ന മഹാസമ്പന്നനുണ്ട്, കൂടെ ആൾബലവുമുണ്ട്. പക്ഷെ അബ്രഹാം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര താഴ്മയോട്. 5-ാം വാക്യം ആ ജീവിതത്തിന് കിട്ടിയ പ്രതിഫലമാണ്. എന്താ? ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ. വിളിക്കോ? നമ്മളെ വിളിക്കോ? ജീവിതമുള്ളവരെ വിളിക്കും. പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ നടന്നു പോകുമ്പോ സിഗരറ്റ് വലിക്കുന്നവൻ അത് താഴെ ഇടുമായിരുന്നു. ഇന്നും ഞാൻ പോകുന്നില്ല, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്നും നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടിട്ട് വേറൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ജീവിതത്തിൽ സാക്ഷ്യം പോയി. ജീവിതത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും 2 തട്ടിലേക്ക് പോയി. സമൂഹത്തിൽ യാതൊരു സാക്ഷ്യവും പ്രാപിക്കാൻ പറ്റുന്നില്ല. അടിയുടെ രംഗകേളിയായി പലതും മാറുന്നു. പക്ഷെ അബ്രഹാമിനെ വിളിച്ച വിളി ഹിത്യരാ. എന്നാ വിളിച്ചത്? യജമാനനെ. കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. എന്നിട്ട്
പറയുന്ന വാക്കുണ്ട്, ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങൾ വെച്ച് അതൊക്കെ അടിപൊളിയിടണം. വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. എന്നിട്ട് പറയുന്നു, മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ഒരു ശ്മശാന സ്ഥലം നിനക്ക് തരാതെ ഇരിക്കയില്ല. എന്ന് വെച്ചാൽ എന്നാ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞങ്ങൾ ആരും എല്ലാത്തിനും വരത്തില്ല, ഒരു പ്രയാസത്തിനും വരത്തില്ല. പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നത്. പക്ഷെ എഫ്രോന്റെ മക്പേല ഗുഹയാണ് 9-ാം വാക്യത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്, അബ്രഹാം ചോദിക്കുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവൻ അതിനെ പിടിപ്പത് വിലക്കെനിക്ക് തരണം. എന്നുവെച്ചാൽ വില കൊടുത്ത് വാങ്ങണം എന്നാണ് പറയുന്നത്. എന്നാൽ നോക്കുക, അവിടെ ആ ഗുഹയും ആ നിലവുമെല്ലാം വളരെ വില കൊടുക്കാതെ അങ്ങേക്ക് എടുക്കാമെന്ന് അബ്രഹാമിനോട് ഈ പറയുന്ന ഹിത്യനായ എഫ്രോൻ പറയുമ്പോ അതിന്റെ നോക്കുക 13-ാം വാക്യം എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയൊരു വാക്യമാണ്. 13-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ എന്നാ ചെയ്തു? നമസ്കരിച്ചു. പിന്നെ അബ്രഹാമിനോട് തിരിച്ചാരെങ്കിലും പറയുന്നു. ഈ അടിക്കടി വെടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഇതൊക്കെ വായിക്കണം. അബ്രഹാമിന് എല്ലാ കഴിവുമുണ്ട്, ദൈവത്തെ അറിയുന്ന മനുഷ്യനാണ്, ആൾബലമുണ്ട്, സമ്പത്തുണ്ട്, വേണമെങ്കിൽ അത് മൊത്തം ഇത് അണങ്കലായിട്ട് വാങ്ങിക്കാം. പക്ഷെ അബ്രഹാം ആ ദേശനിവാസികളോട് കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദ. എന്നിട്ട് അദ്ദേഹം 13-ാം വാക്യത്തിൽ പറയാ, ദേശത്തിലെ ജനം കേൾക്കുക, അബ്രഹാം എഫ്രോനോട് ദയചെയ്ത് കേൾക്കണം, നിന്റെ നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം, എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ എന്ത് ചെയ്യും? അടക്കം ചെയ്യും. തുടർന്ന് കാണുമ്പോ വില കൊടുത്തു വാങ്ങിയ. ഞാൻ ചോദിക്കട്ടെ, നമ്മളാണെങ്കിൽ ഇങ്ങനെ അവര് പറഞ്ഞ എന്നാ ചെയ്തത്? ആലോചിച്ചേ. നമ്മളോട് പറയുക, വില തരണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം, ഞങ്ങൾ ആരും നിന്നോട് വഴക്കിന് വരത്തില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടത് എടുക്കാം. നമ്മളെന്ത് ചെയ്തേ? നമ്മൾ 2 സ്തോത്രം പറഞ്ഞിട്ട് ആ കാശ് എടുത്തത് തിരിച്ചകത്ത് വെച്ചിട്ട് നമ്മൾ അടക്കം നടത്തിയതിന് അതോടെ തീർന്നു. അതിന്റെ അർത്ഥം ദൈവം തരുന്നത് വാങ്ങരുതെന്നല്ല, മറുഭാഗമാണ് ഞാൻ പറയുന്നത്. അബ്രഹാം ആ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ദീർഘമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിന്റെ അടയാളമായി അത് ഉറപ്പിക്കപ്പെടുകയാണ്. ഒരു നാളും അത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തതുപോലെ തന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തിന്റെ ന്യായത്തിന് നിരക്കുന്നത് ചെയ്ത് താൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്, പ്രിയനാണ് എന്നുള്ളത് ജീവിതത്തിന്റെ തലങ്ങളിൽ അബ്രഹാം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ചിലപ്പോ നമ്മുടെ കാണത്തില്ല, ഇല്ലേലും കൊടുത്തോണം. കാര്യം എന്നാ? ലോകം നമ്മളെ നാളെ വിരൽ ചൂണ്ടരുത്. ലോകം സൗജന്യം ഒരിക്കലും നമുക്ക് തരത്തില്ല. അഥവാ ലോകം എന്തെങ്കിലും ഒരു സൗജന്യം ദൈവജനത്തിന് വെച്ചു നീട്ടുന്നുണ്ടെങ്കിൽ അതിന് നാളെ കണക്ക് പറഞ്ഞിരിക്കും. എന്നാൽ സമ്പന്നനായ പിതാവിന്റെ മക്കളായ നമ്മൾ നമ്മുടെ ദൈവത്തോട് ചോദിച്ചാൽ സ്ഥലം പോരാതെ വരുവോളം തരുന്ന കർത്താവ് ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന് നാം പ്രിയപ്പെട്ടവരാണെന്നുള്ള സാക്ഷ്യം നിലനിർത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും തരാൻ മതിയായ ഒരു ദൈവമാണ്. പക്ഷെ നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ആരോട് മാത്രം ചോദിക്കത്തില്ല, ദൈവത്തോട് മാത്രം. ദൈവത്തോട് ചോദിക്കണമെങ്കിൽ മനുഷ്യരെല്ലാം നമ്മളെ കൈവിടും. പണ്ടിന്റെ പിതാവിനോട് പറഞ്ഞു, ആദ്യമേ ആരോട് ചോദിച്ചോണം? ആദ്യമേ ആരോട് ചോദിച്ചോണം? ഒന്ന് പറ. ആദ്യമേ ആരോട് ചോദിച്ചോണം? ദൈവത്തോട് ചോദിച്ചോണം. ദൈവത്തോട് ചോദിക്കുന്നവൻ മനുഷ്യനോട് ചോദിക്കേണ്ടി വരികയില്ല. അതവിടുത്തെ വിഷയം. പ്രിയനായവനാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയില് സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ ഈ ലളിതമായ ആദ്യത്തെ ചിന്ത ഹൃദയത്തോട് ബന്ധിച്ചോണം. എന്നതാ? ഞാൻ ആർക്ക് പ്രിയപ്പെട്ടവനാ? റോമർ 1:3 മറക്കരുത്. റോമർ 1:3 ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. 2 പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ സഹവിശ്വാസികൾക്ക് കർത്തൃദാസന്മാർക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യരുത്? എന്നെ പ്രിയനായി കണ്ട ദൈവത്തിന്റെ ഹൃദയത്തെ ഞാൻ വേദനിപ്പിക്കരുത്. എന്റെ കൂട്ടു സഹോദരന്റെ കണ്ണ് നിറയാൻ ഇടയാകരുത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നാളെ കർത്താവിനെ ആരാധിക്കാൻ പോകുമ്പോ ഈ 2 കാര്യത്തിൽ ദൈവ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ സഹോദരനോടോ സഹോദരിയോടോ നീ വേണ്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇന്ന് രാത്രി അതിന് പരിഹാരം വരുത്തുന്നില്ലെങ്കിൽ നിന്റെ നടപ്പ് നന്നാണെന്ന് പറയുവാൻ എനിക്കൊരു ലുപ്പോളും കിട്ടുന്നില്ല. അതങ്ങനെ പറയാൻ അനുവാദമല്ല.
നീ ആള് ശരിയല്ല. നീ ആള് ശരിയാണെങ്കിൽ ആദ്യത്തേത് തിരുത്തിക്കണം. എന്താ? പ്രിയനാണോ? പ്രിയനായതിനനുസരിച്ച് എന്ത് ചെയ്തോണം? സമൂഹത്തില് ആരും സ്തോത്രം ഒന്നും പറയുന്നില്ല. അയ്യോ, ഇത്രയൊക്കെ കേട്ടിട്ട് സ്തോത്രം പറയണോ ദൈവമേ? ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? ഇത് പറയാനാണ്. ഇത് പറയുന്ന ചിലരുണ്ടാകണം. ഈ അന്ത്യനാളുകളിൽ കോംപ്രമൈസ് ചെയ്യാതെ ദൈവവചനത്തിന്റെ സംശുദ്ധിയിൽ ഹൃദയങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യഭയം കൂടാതെ പറയുന്ന ശുശ്രൂഷകന്മാർ നമുക്കുണ്ട്. അതിനിയും തുടരണം. ഇന്ന് രാത്രി പറയട്ടെ, നീ അങ്ങനെയല്ലെങ്കിൽ നീ ആൾ ശരിയല്ല. ഒന്ന്, ദൈവത്തിന് പ്രിയനാണെന്നറിയണം. അതിൽ തന്നെ സഹവിശ്വാസികൾക്ക് പ്രിയനാണ് എന്നറിയണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ സമൂഹത്തിൽ ശരിയായി നടക്കാൻ, പെരുമാറ്റം നന്നാകാൻ, ഞാൻ ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ജീവിക്കുന്നവനാണ് എന്നറിയണം. We must remember that we live on this earth only for a short time. നമ്മൾ അല്പകാലത്തേക്ക് മാത്രം ജീവിക്കുന്നവരാണ്. നമ്മുടെ ഇരിപ്പും നടപ്പൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും നമ്മളാരും ഇപ്പോഴൊന്നും കർത്താവ് വന്നാൽ പോലും നമ്മൾ പോകത്തില്ലെന്ന് തോന്നും. ശരിയാ, പലതും പോവുകയല്ല. കാരണം ഈ രക്ഷിക്കപ്പെടാത്ത ഒത്തിരി എണ്ണം ഇതിനകത്തുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സഭയെ വഴക്ക് തുടർമാനമായി ഉണ്ടാക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. സഹവിശ്വാസികളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ, നിന്റെ അയൽപക്കക്കാരന് ദോഷം ചെയ്യുന്നവൻ, നീ ഒത്തിരി പാപം ചെയ്തിട്ട് നിനക്ക് പ്രസംഗിപ്പാൻ ഒരു പ്രാഗൽഭ്യവുമില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവൻ സംശയിച്ചോണം. ഈ കൊടുക്കുന്നത് കൊണ്ടൊന്നും പാപം മറയ്ക്കപ്പെടുകയല്ല. അതൊക്കെ വേദപുസ്തകത്തിന് പുറത്താണ്. വേദപുസ്തക ക്രമത്തിൽ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ നീ എവിടെ പാപം ചെയ്തോ, നീ ആരോട് പാപം ചെയ്തോ, അവിടെ പോയി നീ തിരുത്തണം. രഹസ്യമായി ചെയ്തെങ്കിൽ അവിടെ തിരുത്തിയാൽ മതി. രഹസ്യമായി. പരസ്യമായി ചെയ്തിട്ട് സഭയെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് ആരും അറിയാതെ വീട്ടിൽ പോയി ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം അത് അംഗീകരിക്കുകയല്ല. കാരണം നിന്റെ സാക്ഷ്യം പോയെന്നേ. സാക്ഷ്യം പോയിടത്ത് സാക്ഷ്യം തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണുനീരോടുള്ള അനുതാപം. എവിടെ തെറ്റ് പറ്റിയോ? ഇതാ ക്രമം. ഈ ക്രമത്തിൽ നമ്മൾ വെള്ളം ചേർക്കും. നമ്മൾ പറയാം, പോട്ട് ബ്രദറെ, ദൈവം അങ്ങനെ പറയുകയല്ല. ദൈവം അങ്ങനെ പറയുകയല്ല. എവിടെയാണോ തെറ്റ് പറ്റിയത് അവിടേക്ക് തിരിച്ചു നിന്ന് ഞാൻ ഈ ഭൂമിയിൽ അല്പകാലം ജീവിക്കുന്നവനാണെന്ന ബോധ്യത്തോടെ ജീവിച്ചാൽ സമൂഹത്തിൽ നന്നായി പെരുമാറാൻ പറ്റും. നോക്കുക, 2-ാം അധ്യായം. ഈ പുസ്തകം പറയാത്തല്ല ഏതാ? 1 പത്രോസ് 2:11 വാക്യത്തിൽ വരുമ്പോ അവിടെ ഒരു പ്രയോഗമുണ്ട്. പ്രവാസികളും ഒത്തിരി എക്സ് പ്രവാസികളുണ്ട്. നിങ്ങൾക്കത് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നാ പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഉള്ളിനകത്തൊരു കത്തലുണ്ട്. ശരിയല്ലേ? എന്നാ പറഞ്ഞാലും, എത്ര സുരക്ഷിതത്വമാണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ കൈ കൊടുത്തിറങ്ങി നടക്കുന്ന പോലെ അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ അത്ര അങ്ങോട്ട് പറ്റുകയില്ല. എന്നാ കാണുന്നത്? എല്ലാവരും ഒന്ന് എടുത്താട്ട് എന്നിട്ട് ശരിക്കും നാക്ക് പഠിച്ചാൽ അത് വായിക്കാൻ പറ്റും. 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് ഉള്ളതൊക്കെ വായിക്കണേ. പൊന്തോസിലും പിന്നെ ഗലാത്യയിലും പിന്നെ കപ്പദോക്യയിലും പിന്നെ ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ. എവിടൊക്കെയാ? അയ്യോ, അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ഒരുപാട് സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികളോട് പറയുകയാണ്, സൂക്ഷ്മതയോടെ നിങ്ങൾ ജീവിക്കണം. നമ്മൾ ആരാണെന്ന് ബോധം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഞാനിവിടെ, നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാനും പറയുന്നില്ല. എടുത്ത് മാറ്റാക്കി മാറ്റി. ഞാനിവിടെ ആരാ? അപ്പം സ്നേഹമുണ്ട്. ഞാനിവിടെ ആരാ? ഞാനിവിടെ ആരാ? ബോധമുള്ളവര് പറ. ഞാനിവിടെ ആരാ? പരദേശിയ. ഞാൻ ഏത് സമയത്തും ഇവിടുന്ന് പോകേണ്ടുന്നവനാ. ഒരുപക്ഷെ എന്റെ മരണത്താൽ, അതല്ലെങ്കിൽ യേശു കർത്താവിന്റെ കാഹളം ഇന്ന് ധ്വനിച്ചാൽ ഞാൻ ഈ ഭൂമി വിട്ടു പോകും. സ്തോത്രം. പേടിപ്പിച്ചല്ല, ഉള്ള കാര്യം പറഞ്ഞത്. നമ്മൾ പരദേശികളാണ്. ഈ ബോധം പഴയ നിയമ ഭക്തന്മാർക്കും ഉണ്ടായിരുന്നു, പിന്നെ പുതിയ നിയമ ഭക്തന്മാർ. നമ്മൾ ഓടിച്ചു നോക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വന്നപ്പോ അവിടെ എന്താ കണ്ടത്? അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. 23:4 നമ്മൾ എന്താ വായിച്ചത്? ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു.
ഇനി എബ്രായ ലേഖനത്തിലേക്ക് വന്നാൽ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അതിന്റെ 11-ാം അധ്യായത്തിൽ ഗോത്രപിതാക്കന്മാരെ പറ്റി പറയുമ്പോൾ അവർ വായിക്കുന്നുണ്ട്, അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി എന്നാ ചെയ്തു? കാത്തിരുന്നു. വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ പരദേശികളായി പാർത്തു. ഒന്ന് ഓർത്തു നോക്കിക്കേ. അബ്രഹാം മോശക്കാരനാ? അല്ല. ബഹുസമ്പന്നനാ. ഇസഹാക്ക് മോശക്കാരനാ? അല്ല. യാക്കോബ്, ഇവരാരും ചെറിയ ആളുകളല്ല. സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് ദേശത്തിന് വഹിച്ചുകൂടാൻ കഴിയാത്ത മഹാസമ്പന്നന്മാരായ ഈ പഴയ നിയമ ഗോത്രപിതാക്കന്മാരുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാരൂപി കത്തിച്ചു കൊടുത്തൊരു ബോധ്യമുണ്ട്. അത് മറ്റൊന്നല്ല, നിങ്ങൾ ഈ സമ്പത്തെല്ലാം ഉള്ളവരാണെങ്കിലും ഇവിടെ വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ ആരാ? ഈ ഭൂമിയിൽ പരദേശികളാ. നിങ്ങൾ നോക്കി പാർക്കുന്ന മറ്റൊരു നാടുണ്ട്. നമ്മളാണെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഉള്ള കാര്യം പറയാമോ? നമ്മൾ ഈ കർത്താവിന്റെ വിലയ്ക്ക് എത്ര കൊടുക്കേണ്ടി? കർത്താവിന്റെ വില എന്ന് പറയുമ്പോൾ ദൈവദാസന്മാർ വരും, ആവശ്യമുള്ള വിശ്വാസികൾ വരും, വിശന്നിരിക്കുന്ന വിശ്വാസികൾ അല്ലാത്തവർ വരും. ഏതുമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതെല്ലാം കർത്താവിന്റെ വിലയോട് ബന്ധപ്പെട്ടതാണ്. നമ്മളൊരു കണക്ക് വെക്കും. ഈ കണക്കിൽ നിന്ന് ഒരു പൈസ നമ്മൾ കൂടുതൽ ആർക്ക് കൊടുക്കുകയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, നേർക്ക് നേരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ധൈര്യത്തോടെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ ദൈവം നമുക്ക് തരുന്നത്? അല്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി നാം ഓർക്കേണ്ടത്, നാം കർത്താവിനോട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമിത താല്പര്യം കാണിക്കുന്നെങ്കിൽ മാത്രമേ നാം പരദേശിയും നാം പോകേണ്ട നാടിനെ കുറിച്ച് ബോധവും ഉള്ളവരാണെന്ന് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കാര്യം എന്നാ? എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും. ഹല്ലേലൂയ. യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ രാജാവ് എഴുന്നള്ളുമ്പോൾ, ഹല്ലേലൂയ, ആ രാജാവ് എഴുന്നള്ളുമ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയ ചെറിയ ധനം കൊണ്ട് അവിടെ വലിയൊരു സമ്പത്തിന്റെ ഉടമയാകുവാൻ തക്കവണ്ണം ഞാൻ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണോ അതിലെന്റെ ഹൃദയമുണ്ട്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഇന്ന് രാത്രി പറയട്ടെ, പഴയ നിയമപിതാക്കന്മാർക്ക് ഈ ബോധ്യമുണ്ടായിരുന്നു. അവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും എന്നോട് ചേർന്ന അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒന്ന് കൈ ഇപ്പൊ വെച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യെരൂശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം, പീഡ നേരിടുകയും അപ്പോസ്തലന്മാരൊഴികെയുള്ളവരെല്ലാം എന്ത് ചെയ്തു? ചെതറിപ്പോയി. They were scattered. അവർ ചെതറിപ്പോയി. അതാണ് ആക്ട്സ് ചാപ്റ്റർ 8:4. അവിടെ എന്താ വായിക്കുന്നത്? ആ ചെതറിപ്പോയവർ എന്നാ ചെയ്തു? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു. ആ ചിതറിപ്പോയവർ സമം പരദേശികളാണ്, അന്യരാണ്. അവർക്കൊരു ബോധ്യമുണ്ട്, അവരുടെ നാട് ഇവിടെയല്ല. യെരൂശലേമിൽ നിന്ന് അവർ ചിതറിപ്പോയി. ആ ചിതറിപ്പോയപ്പോൾ അവർ എന്നാ ചെയ്തു? വചനം സുവിശേഷിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. ഈ വചനം സുവിശേഷിക്കുമ്പോൾ അതിൽ ഒരാളുടെ കാര്യം എടുത്തു പറയുക. അത് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോ, 8:12 വരുമ്പോ അവിടെ നമുക്ക് ആരെ കാണാം? ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരാൾ. ഈ കൂട്ടത്തിൽ ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ഒരാളെ മാത്രം ഞാൻ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞിട്ട്, ആ ചിതറിപ്പോയവർക്ക് ഈ ഭൂമിയിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സുവിശേഷ വേല നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാ. അത് ഉപദേശിമാര് മാത്രമല്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ നീ കർത്താവിന്റെ വേല ചെയ്യണം. അതിന് നീ കണക്ക് കൊടുക്കേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ അത് മറ്റൊരു വിഷയം. നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. അതിൽ പ്രശംസിപ്പാനൊന്നുമില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിലൊരാളായ ഫിലിപ്പോസ് ഉദാഹരണമായിട്ട് ചിതറിപ്പോയി. അതായത് എനിക്ക് എന്ത് ബോധ്യം ഉണ്ടായിരുന്നു? ഞാൻ ആരാ? അന്യനാണ്. ഞാൻ ആരാ? ഞാൻ പരദേശിയാണ്. അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. എനിക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. ഇത്ര മനസ്സിൽ വെച്ചോ. 8:12 എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, ആരെ വിശ്വസിച്ചു? എന്താ അവിടെ എഴുതേണ്ടത്? യേശുവിനെ വിശ്വസിക്കുന്നല്ല എഴുതേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞത്? ചിന്തിക്കുക. ഈ ഭൂമിയിൽ നാം സമൂഹ ജീവിതത്തിൽ നേരെ ചൊവ്വേ ജീവിക്കണമെങ്കിൽ ഏത് ബോധ്യം വരണം? ഞാൻ ആരാ?
ഒന്ന് പറ, ഞാൻ ആരാ? അന്യനാണ്, പരദേശിയാണ്, താൽക്കാലികമാണ്, കുറച്ചു നാളേ ഉള്ളൂ. ഈ ബോധ്യം നെഞ്ചകത്തിലേക്ക് ഫിലിപ്പോസ് ചിതറിപ്പോയ ഒരാളാണ്. അദ്ദേഹം ചിതറിപ്പോയപ്പോ അദ്ദേഹം സുവിശേഷം പറഞ്ഞു. അതല്ലേ ദൈവരാജ്യത്തെയും ക്രിസ്തുവിന്റെ നാമത്തെയും കുറിക്കുന്ന സുവിശേഷം അറിയിച്ചു ഫിലിപ്പോസ്. അങ്ങനെ ചെയ്തപ്പോൾ അടുത്തത് അടിവരയിടണം, അവർ ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ അവരെന്നാ ചെയ്തു? പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. തന്നെയുമല്ല, ഏറ്റവും വലിയ മന്ത്രവാദിയായ ഒരുത്തനും അവിടെ വിശ്വസിക്കുന്നു, കർത്താവിനെ അറിയുന്നു. ഫിലിപ്പോസിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഫിലിപ്പോസ് പ്രസംഗിച്ച യേശുവിനെ, ഫിലിപ്പോസ് പഠിപ്പിച്ച സുവിശേഷത്തെ, ഫിലിപ്പോസ് കാണിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ മാതൃകയെ അവർ ഫിലിപ്പോസിലൂടെ കണ്ടപ്പോൾ അവർ യേശുവിനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? പലരും വിശ്വസിക്കാത്ത. ദൈവത്തിന്റെ പദ്ധതി അതിലുണ്ട്. അതൊരു ഭാഗം ഞാനത് പറഞ്ഞിട്ടല്ല പറയുന്നത്. എന്നാൽ മറ്റൊരു ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ തോരാതോരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കേൾക്കുന്നവരാരും എന്നാ ചെയ്യുന്നില്ല. എന്നാ കാര്യം? ഫിലിപ്പോസിനെ നോക്കിയാൽ മതി. ഫിലിപ്പോസ് സമൂഹത്തിൽ നടക്കുമ്പോൾ എന്നെ തന്നെ ശ്രദ്ധിച്ചിട്ട് അവിടെ എന്ത് നടന്നാലും നോക്കരുത്. കാണാൻ സാധിക്കുന്നത് 11-ാം വാക്യത്തിലെ ഒരു വിഷയമാണ്. അത് ഞാനിങ്ങനെ പറയട്ടെ, നമുക്ക് ഒരു സ്പിരിച്വൽ ബാറ്റിൽ, we have a spiritual battle in this world. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ആത്മീയ പോരാട്ടം ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടാൽ നേരെ ചൊവ്വേ നടക്കാനായിട്ട് അറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവണം? ഇവിടെ എനിക്ക് എന്ത് വേണം, എന്തുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു ആത്മീക പോരാട്ടം. ആ വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോ, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ഇത് പറയുമ്പോ ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ആ നിരന്തര പോരാട്ടത്തെ കുറിച്ച് വളരെ വ്യക്തമായി 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ 12-ാം വാക്യം ഒന്ന് പഠിക്കുന്ന ഒരാൾ സഭയിൽ അയോഗ്യമായി നിണ്ടതല്ല. ആ 12-ാം വാക്യം ശരിക്കും പഠിക്കുന്ന ഒരാൾ ക്രിസ്തീയ ജീവിതത്തിൽ പാപം വരാതെ സൂക്ഷിക്കും. ആ 12-ാം വാക്യം ശരിക്കും പഠിക്കുന്ന ഒരാൾ ദൈവത്തിന്റെ അമിതമായ കൃപയിൽ ആശ്രയിക്കും. ആ 12-ാം വാക്യം നമ്മൾ അങ്ങ് വായിച്ചു വിടും. പക്ഷെ ഇപ്പൊ ഒന്ന് നോക്കിക്കേ, ഞാൻ വിശദീകരിക്കില്ല. പക്ഷെ 12-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നമുക്ക് പോരാട്ടം ഉള്ളത്. അപ്പൊ നമുക്ക് എന്നാ ഉണ്ട്? പോരാട്ടമുണ്ട്. നേരത്തെ പറഞ്ഞു അവിടെ ജഡമോഹങ്ങളോട് നമുക്ക് എന്നാ ഉണ്ട്? പോരാട്ടമുണ്ട്. ഇവിടെ പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ജഡവും രക്തവും നിറഞ്ഞ മനുഷ്യരായിരിക്കും പോരാട്ടത്തിൽ പ്രത്യക്ഷമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ആരെ ശത്രുവായിട്ട് കാണും? ആ വരുന്ന ആളിനെ കാണും. ഇവിടെയാണ് സാത്താൻ വിജയിക്കുന്നത്. ഒരു വിശ്വാസം നമ്മളോട് അയോഗ്യമായി പെരുമാറിയെന്നിരിക്കട്ടെ, അവൻ അത് തിരുത്തണം, അവൻ അയ്യോ കഷ്ടം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യരുത്? പ്രതികരിക്കരുത്. കാര്യമില്ല. ദൈവം പറയുന്നതൊന്നും പിശാച് പറയുന്നത് മറ്റൊന്നോ. പിശാച് പറയുന്നത് ഈ കാണുന്ന ജഡരക്തമുണ്ടല്ലോ, അവനാണ് നിന്നോട് എതിർത്തത്, അവളാണ് നിന്റെ ശത്രു. പക്ഷെ ദൈവം പറയുന്നത് ആ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല ശരിയായിട്ടുള്ളത്. അതിനപ്പുറത്ത് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ. ഇത് വിശദീകരിക്കുന്നില്ല. ഇത് സാത്താന്റെ സൈന്യത്തിലെ 4 ഡിഫറെന്റ് റാങ്കിങ്സ് ആണ്. സാത്താൻ സുശക്തമായ സൈന്യം, ദൈവത്തിന് സൈന്യമുണ്ട്, ഹെവൻലി ആർമി, ആർക്കേഞ്ചൽസ് ഉണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. സ്വർഗത്തിലെ വാഴ്ചകൾ, അധികാരങ്ങൾ. കൊലോസിലേഖനം ഞാൻ പോകുന്നില്ല. ഇത് പിശാചിന്റെ സൈന്യത്തിലുള്ളതാ. 4 കൂട്ടം അന്ധകാര ശക്തികൾ അവിടെയുണ്ട്. അത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. ഇവർ ഒരുമിച്ച് ഈ സമൂഹത്തിൽ നമ്മൾ നേരായിട്ട് ജീവിക്കാതിരിക്കാൻ, നടപ്പ് നന്നാകാതിരിക്കാൻ പോരാട്ടം ജഡരക്തങ്ങളിലൂടെ കൊണ്ടുവന്ന് നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോ
നാം എന്ത് ചെയ്യണം? അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. 10-ാം വാക്യത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പക്ഷേ നമ്മൾ ഓർത്ത ഭാഗം പത്രോസിന്റെ 1-ാം ലേഖനം 2:11 വ്യത്യാസമായ ഒരു പോരാട്ടം. മറ്റേ പോരാട്ടം പുറത്തുനിന്നാ, പക്ഷെ ഈ പോരാട്ടം എവിടുന്ന? അകത്തുനിന്ന്. അങ്ങനെ പറയാൻ കാര്യം എന്നാ? ആ 11-ാം വാക്യത്തിൽ നോക്കുക, നിങ്ങളുടെ, അതായത് അവിടെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരും പേര് എഴുതി ചേർക്കണം. ഞാൻ എന്റെ പേര് എഴുതണം. ജെയിംസ് ആകുന്ന എന്റെ ആത്മാവിനോട് പോരാടുന്ന എന്തുണ്ട്? ജഡമോഹങ്ങളുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ പിശാച് കൊണ്ടുവരുന്ന ലോകത്തിന്റെ താല്പര്യങ്ങള്, മ്ലേച്ഛതകള്, പാപങ്ങൾ നിറയുന്ന വിഷയങ്ങള്, അത് കൊണ്ടുവരുന്ന പിശാച് നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാ. നാം ആ പോരാട്ടത്തിൽ വീണുപോയാൽ നാം ജഡികരായി തീരുകയും സമൂഹത്തില് നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റാതെ, ഒറ്റ വാക്കി പറഞ്ഞ സാക്ഷ്യം നഷ്ടപ്പെടും. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെ എന്തിന് കൊള്ളാം? പിന്നെ അതിനെ കൊള്ളത്തുള്ളൂ, നിലത്തിട്ട് ചവിട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. ഈ 1 യോഹന്നാൻ 2:16 വരുമ്പോ അവിടെ ലോക സ്നേഹത്തെ കുറിച്ച് ലോകം എന്ന പദം വരുന്നു. ആ ലോകം എന്ന് പറയുന്നത് ഈ പറയുന്ന ജഡത്തിന്റെ മോഹങ്ങൾ ലോകത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ആ വാക്യം എടുത്ത് 1 യോഹന്നാൻ 2:16 വാക്യത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 2:16. സമയം നഷ്ടപ്പെടുന്നത് ഉറക്കെ ഒന്ന് വായിക്കാം. 1 John chapter 2 verse 16. 1 യോഹന്നാൻ 2:16. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. പിന്നെ ആ ലോകം എന്ന് പറഞ്ഞാൽ എന്തോ 3 അർത്ഥമെങ്കിലും ലോകത്തിനുണ്ട്. പക്ഷെ ഇവിടുത്തെ അർത്ഥം എന്താ? പിശാചിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതി, സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. പിശാച് നയിക്കുന്ന വ്യവസ്ഥയുണ്ട്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താ കർത്താവ് എന്നാ പറഞ്ഞത്? നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. പിശാച് എന്താ പറയുന്നത്? നിന്നെ 1 പറഞ്ഞാൽ കുറഞ്ഞത് നീ എത്ര തിരിച്ചു പറയണം? 2 പറയണം. ഇത് ലോക വ്യവസ്ഥയാണ്. ഇത് സഭയ്ക്കകത്തും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ലോകത്തിൽ ആത്മീയ പോരാട്ടമുള്ളവനാണെന്ന ബോധം നഷ്ടപ്പെടുമ്പോ, ഞാൻ താൽക്കാലികമായി ജീവിക്കുന്നവനാണ് എന്ന ബോധം നഷ്ടപ്പെടുമ്പോ, ഞാൻ ദൈവത്തിനും സഹവിശ്വാസിക്കും പ്രിയമുള്ളവനാണ് എന്ന ബോധം നഷ്ടപ്പെടുമ്പോ, ഞാൻ അറിയാതെ ലോകത്തിന്റെ മോഹത്തോട് ചേരുകയും ലോകം പറയുന്നത് ആ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. പക്ഷേ പോരാട്ടത്തിൽ നമ്മൾ ദയനീയമായി പരാജയപ്പെടും. അവിടെയാണ് സാക്ഷ്യം നഷ്ടപ്പെടുന്നത്. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് നോക്കിക്കേ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇനി സഭയിൽ സംസാരിക്കപ്പെടും, വീട്ടിൽ സംസാരിക്കപ്പെടും, സമൂഹത്തിൽ സംസാരിക്കപ്പെടും. ഇനി പറയുന്ന ഈ വാക്യം ഒന്ന് കാണാതെ പഠിച്ചാൽ നല്ലതാണ്, അല്ലേ? എന്നാണ് അവിടെ പറയുന്നത്? യാക്കോബ്, ജെയിംസ് ചാപ്റ്റർ 4 verse 1. യാക്കോബ് 4:1 നമ്മൾ ഒരുമിച്ച് വായിക്കണം. നിങ്ങൾ, ആ നിങ്ങൾ എന്ന് പറയുന്നത് എന്റെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്റെ. എന്നാലും എനിക്ക് അല്ല അടുത്തിരിക്കുന്ന ആളാണ്. പണ്ടാരുടെ പ്രസംഗിച്ചപ്പോൾ ഒരിക്കലും എന്റെ പപ്പ പ്രസംഗിക്കുമ്പോൾ ഞാൻ കണ്ടു ഒരുത്തൻ ഇങ്ങനെ കൈ വെച്ചിട്ട് അവനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അവന്റെ കാര്യം അവൻ ഒരിക്കലും. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് വിട്ട് എന്റെ എന്ന് പറഞ്ഞു. നോക്കിക്കേ, 4:11 ഒരുമിച്ച് വായിക്കണേ. എന്നിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, അല്ല മക്കളെ, എന്നിൽ കലഹവും ശണ്ഠയും എവിടെ നിന്ന്? എന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന്. അപ്പൊ ഞാൻ ഈ ശണ്ഠ ഉണ്ടാക്കുന്ന എപ്പോഴാ? ഞാൻ ഈ കലഹം ഉണ്ടാക്കുന്ന എപ്പോഴാ? ഞാൻ ഈ സമൂഹത്തിലും ദൈവസഭയിലും വീട്ടിലുമൊക്കെ കലഹപ്രിയനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ പിടിച്ച മുയലിന് എത്ര കൊമ്പുണ്ട്? ഇപ്പൊ 3 കൂടി, ഒത്തിരി കൊമ്പുണ്ട്. ഇതെവിടുന്നാ വരുന്നത്? പിതാവിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നല്ല, മറിച്ച് എവിടെ നിന്നാ? അത് നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പറയട്ടെ, അകത്തുള്ള ഒരു പോരാട്ടമുണ്ട്. നമ്മുടെ 6:24
അത് അടിവരയിട്ടോണം. നമുക്കറിയാമ മത്തായി മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 24, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? ഒന്നെങ്കിൽ ആരായി ജീവിക്കാം? ആത്മീയനായി ജീവിക്കാം, അല്ലെങ്കിൽ ആരായി ജീവിക്കാം? ജഡികനായി ജീവിക്കാം. നമ്മൾ വരുമ്പോൾ ഈ ആത്മീക പോരാട്ടമുണ്ട്. സമൂഹത്തിൽ നന്നായി ജീവിക്കാം, നമ്മുടെ നല്ല പ്രവൃത്തികൾ, the world should see our good deeds and they should recognize, അവർ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ കണ്ടറിയണം, അംഗീകരിക്കത്തക്ക ജീവിതം നമുക്ക് ഉണ്ടാവണം. അതല്ലേ 2-ാം അധ്യായം 12-ാം വാക്യം പത്രോസിൽ നിന്ന് ലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്, അപ്പൊ എന്നാ ചെയ്യണം? അത് ഇവിടെ 3 കാര്യങ്ങളെങ്കിലും ഉണ്ട്. ഞാൻ വേഗത്തിൽ പറ്റുന്നത് പറയാം. ഈ പറയുന്ന 4-ാമത്തെ വിഷയം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് ജനത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജനം എന്ത് ചെയ്യും? അംഗീകരിക്കും, സമൂഹത്തിൽ നന്നായി നടക്കാൻ കഴിയും. അറുത്ത കൈക്ക് നമ്മൾ എന്നാ ചെയ്തില്ല. ഇതെല്ലാം ദൈവം ആർക്ക് തരണം? എനിക്ക് തന്നതാണ്. നമ്മൾക്ക് സഹോദരന്മാർക്ക് മാത്രമല്ല നന്മ ചെയ്യുന്നത്, ആണോ? കർത്താവ് പറഞ്ഞില്ല എന്നെ വിശ്വസിക്കാത്ത ഒരുത്തിന് 5 അപ്പവും 2 മീനും കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഇല്ല. കർത്താവിന്റെ ഹൃദയം, ആ ഹൃദയമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഇവിടെ 1-ാമത്തെ വിഷയം, ഈ പറഞ്ഞ നന്മ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഓർക്കണം. അതെന്താ? സുവിശേഷം പറയുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതവും ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രവൃത്തി 9 സഹോദരിമാര് പെട്ടെന്ന് അറിയേണ്ട വിഷയമാണ്. പ്രവൃത്തി 9 നമുക്കൊരു സഹോദരിയെ കാണാം. 36-ാം വാക്യം മുതൽ 39 മുതൽ 43 വരെ വരുമ്പോൾ തബീത എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണാം. പുള്ളിക്കാരി ചെയ്തതൊക്കെ നമുക്കറിയാം. ആ ചെയ്തത് വെളിപ്പെട്ടത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ അവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. അതിലെല്ലാം ഞാനൊന്നും പറയത്തില്ല. 36-ാം വാക്യത്തിൽ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ശിഷ്യ ഉണ്ടായിരുന്നു. ശിഷ്യ എന്ന് പറഞ്ഞാൽ അന്ന് ക്രിസ്ത്യാനികൾക്കെല്ലാം ഉള്ളൊരു പേരാണ്. അന്ന് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ പേര് എന്ത് വന്നേനെ? ശിഷ്യ എന്ന് വന്നേനെ, അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് വന്നേനെ. ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും നമുക്കില്ലാത്തൊരു കാര്യം. നമ്മൾ അഥവാ കൊടുത്താലും സാക്ഷ്യത്തിലെങ്കിലും ഒരു 3 പ്രാവശ്യം അത് പറയും, അല്ലേ? ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അവിടെ നോക്കിക്കേ, അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നു. പുള്ളിക്കാരി ആരോടും പറഞ്ഞില്ല. തബീത മരിച്ചു കഴിഞ്ഞിട്ട് സംഭവിച്ചത് നമുക്കറിയാം. 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അവിടെ ചെല്ലുക. അവിടെ നോക്കുക, അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് പത്രോസിന്റെ ചുറ്റും നിൽക്കുന്നവരുടെ കയ്യിൽ എന്നാ ഉണ്ട്? ഇവളുണ്ടാക്കിയ ഉടുപ്പുണ്ട്. അപ്പൊ ഇവള് പോയാലും ഇവൾ ആരാന്ന് ആര് പറഞ്ഞുകൊണ്ടിരിക്കുക? പത്രോസിന് പ്രത്യേകിച്ച് ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കാര്യം എന്നാ? പത്രോസ് പ്രസംഗിക്കാൻ പോകുന്നതിനെ അടിവരയിടുന്ന തരത്തിൽ പത്രോസിന്റെ ചുറ്റും കുറെ വിധവമാര് നിന്നിട്ട് ഈ സഹോദരി ചെയ്ത അവർക്ക് ലഭിച്ച നന്മ പ്രവൃത്തികളാകുന്ന വസ്ത്രങ്ങളെ കാണിച്ചുകൊണ്ട് അവര് പത്രോസിനെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. അവളുടെ സൽപ്രവൃത്തികൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. തബീതയല്ല സംസാരിച്ചത്. നമ്മുടെ കുഴപ്പമില്ല. അഥവാ എങ്ങാണെങ്കിലും ചെയ്തു പോയാൽ കരിയിലെ കുഴയുടെ പലരും കർത്താവിൽ. അപ്പൊ എന്റെ ചോദ്യം, ഈ സൽപ്രവൃത്തി ചെയ്യുന്നതിന്റെ ആത്യന്തിക ഫലം എന്താ? ഒന്ന്, സാക്ഷ്യം ലഭിക്കും, അല്ലേ? നമ്മൾ മരിക്കുമ്പം ഒത്തിരി അനുശോചനമൊന്നും നീട്ടിപ്പിടിക്കേണ്ടി വരത്തില്ല. അതിന്റെ എല്ലാം അവിടെ അല്ലാതെ വന്നോളൂ. എൻ്റെ അപ്പൻ എന്നോട് പറയാറുണ്ട്, എടാ, മരിക്കാൻ നേരത്ത് ആത്മാർത്ഥമായി നമ്മൾ പോകുന്നതിൽ കണ്ണുനീര് വിടുന്ന ആരെങ്കിലും ഉണ്ടാവും. അനുശോചനം കൊടുത്ത എല്ലാവരും നല്ലതേ പറയത്തുള്ളൂ. ആരെങ്കിലും മോശം പറയൂ? മോശം പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങൾ സംസാരിക്കുന്നുണ്ടോ?
ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന് വിരാമം കുറിച്ചാൽ അതല്ല, യേശു ക്രിസ്തു വന്നാൽ നിത്യഭവനത്തിൽ നമ്മൾ ചെയ്ത നന്മ പ്രവർത്തികൾ കൊണ്ട് ചില ആത്മാക്കൾ അവിടെ ഉണ്ടാകുമോ? അത് സമൂഹ ജീവിതത്തിലാണ്. ഇനി മറ്റൊരു കാര്യം നോക്കണം. ഇവരെപ്പോഴാ, ഞാനത് വിഴുങ്ങി എന്ന രണ്ട് കാര്യം കൂടെ പറയാം. ഈ പത്രോസിന്റെ ലേഖനത്തിലെ ഈ വിശ്വാസികൾ സൽപ്രവൃത്തികൾ അവര് ചെയ്തത് അത് കണ്ടറിയുവാൻ തക്കവണ്ണം മറ്റുള്ളവർ പ്രേരിപ്പിക്കപ്പെട്ടത് എപ്പോഴാ? 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ? ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് അവ ചെയ്യുന്നോരും ഇവരെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറച്ചുകൂടെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. മടുക്കാൻ സാധ്യത ഉണ്ട്. ഈ സമൂഹത്തിൽ നല്ല കാര്യം ചെയ്യേണ്ടത് എന്താ? അവിടെ പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ. എന്നതാ? 12-ാം വാക്യത്തിൽ the day of visitation. നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് ഒരു സന്ദർശന ദിവസമുണ്ട്. അന്ന് ദൈവത്തെ ഈ ജാതികൾ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. എന്തൊരു സന്ദർശന ദിവസം എന്ന് പറഞ്ഞ രണ്ട് അർത്ഥം. ഒന്ന്, ഈ ജാതികൾ ഇപ്പൊ തിരിച്ചറിവില്ലാതെ ദൂഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവർ യേശുവിനെ രക്ഷിതാവായി കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് അവരുടെ സന്ദർശനത്തിന് ദിവസമാണ്. യേശുവിന്റെ കഥാവാണ്, യേശുവിന്റെ ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ് ആ സന്ദർശന ദിവസത്തില് അവർ ഒരിക്കൽ പുച്ഛിച്ചവരുടെ കൂട്ടത്തിലേക്ക് അവർ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഹരമായ ദിവസമുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്കും നമുക്ക് പലർക്കും അത് അവകാശപ്പെടാനുണ്ട്. അനേക അടികൾ കൊള്ളുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിതാക്കന്മാരുണ്ട്, മാതാക്കന്മാരുണ്ട്. നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും അവർ കൊടുത്ത അനേക മാതാപിതാക്കന്മാരുണ്ട്. ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഇവർ രക്ഷിക്കപ്പെടുമ്പോഴേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ അന്ന് ഇവർ ചെയ്തതിന്റെ മഹത്വം അതാ. അപ്പൊ നമ്മൾ എന്തിനാ നല്ല പ്രവൃത്തി ചെയ്യുന്നു? ഒരു സന്ദർശന ദിവസത്തിൽ ഇവർ രക്ഷിക്കപ്പെടണം. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിന്റെയും ചെയ്യുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനം ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. ഇനി രണ്ടാമത്തെ ഒരു സന്ദർശന ദിവസമുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവർ രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. പുസ്തകങ്ങൾ തുറക്കുന്ന വെള്ള സിംഹാസനത്തിന്റെ ദിവസമുണ്ട്. അന്ന് രക്ഷിക്കപ്പെടാത്തവർ നിത്യ നരകത്തിലേക്ക് പോകുമ്പോ ദൈവം തമ്പുരാൻ അവരോട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ സുവിശേഷം കേൾപ്പിക്കുക മാത്രമല്ല, ആ പറഞ്ഞ ആളുകൾ അവരുടെ ജീവിതത്തിന് നന്മ പ്രവർത്തികൾ കൊണ്ട് എന്നെ വെളിപ്പെടുത്തിയിട്ടും നീ എന്ത് ചെയ്തില്ല? രക്ഷിക്കപ്പെട്ടില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ ഈ ക്ലാസ്. നമ്മൾ നന്മ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപമാണോ? ആരും വിട്ടുന്നില്ല. പാപമാണോ? കാര്യം വിസിറ്റേഷൻ, ഡേ ഓഫ് വിസിറ്റേഷൻ, സന്ദർശന ദിവസത്തിൽ അവരോട് നാം കണക്ക് പറയേണ്ടി വരും. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊടുക്കാൻ ദൈവം പറയുന്നില്ല. ആരും അറിയാതെ ചില പ്രിയപ്പെട്ടവർക്ക് ചിലത് ചെയ്തിട്ട് നഷ്ടമാണ് സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ടും കളിപ്പിക്കപ്പെടുകയാണ് അറിഞ്ഞുകൊണ്ടും ഈ സന്ദർശന ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന് പ്രിയരായ നമ്മൾ ചിലത് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം നിവർത്തിക്കപ്പെടുകയില്ല. സമൂഹത്തിലെ നടപ്പതാ. ഈ സമൂഹത്തിലെ നടപ്പ്